ഇന്നിവിടെ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലെമൺ സേവയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിലേക്കായി ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഒരു ഗ്ലാസ് അരി അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പൊന്നി അരി വെള്ളത്തിൽ, ഗായത്രി പൊന്നിയാണ് എടുത്തത്, വെള്ളത്തിലിട്ട് അരച്ച് വെച്ചതാണത് കേട്ടോ. കാരണം അത് കിണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം കുറച്ച് ലൂസാക്കി എടുത്തത്. അപ്പോഴല്ലേ നമുക്ക് അത് അരി മാവ് വെന്ത് വരുള്ളൂ. പിന്നീട് ഞാൻ അതിലേക്ക് കുറച്ച് ബട്ടർ കേട്ടോ അതിട്ട് കൊടുത്തു. ഒരു 1.5 ടീസ്പൂൺ ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കിണ്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് അവിടെ ഏകദേശം നന്നായിട്ട് ഇത് കിണ്ടി പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മളിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ ആറണ്ട കേട്ടോ. നമുക്ക് ഒരു കയ്യിൽ നമുക്കെടുത്ത് നൂൽപുട്ട് നാഴിയിലേക്ക് വെക്കാൻ പാകത്തിലാവുമ്പോൾ നമുക്ക് പിഴിഞ്ഞു തുടങ്ങാം. ഞാനിത് നൂൽപുട്ട് ഉണ്ടാക്കുന്ന തട്ടിൽ തന്നെ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. നമുക്ക് ഇഡ്ഡലി തട്ടി വെച്ചിട്ട് അങ്ങനെ നീളത്തിൽ പിഴിഞ്ഞിട്ടും അങ്ങനെ എടുക്കാം. എനിക്ക് തോന്നുന്നത് അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ പിന്നെ നൂൽപുട്ടിൻ്റെ തട്ടന്നെ എടുത്തു. സേവ പിഴിയുന്നതിന് മുന്നേ കുറച്ച് തട്ടിൽ എണ്ണ പുരട്ടി എന്താണെന്ന് പറയുക, തട്ടിലൊട്ടും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് തട്ടിലേക്ക് പിഴിഞ്ഞിട്ട് ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ പിഴിയണമെന്നില്ല. ഇഡ്ഡലി തട്ട് നമ്മൾ മേലെ വെച്ച് ഇങ്ങനെ റൗണ്ടിൽ അങ്ങനെയും പിഴിഞ്ഞെടുക്കാം സേവയ്ക്ക് കേട്ടോ. അപ്പോൾ ഞാനിത് പിഴിഞ്ഞ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു ആവി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഗ്ലാസ് അരിയിൽ നമുക്ക് എനിക്ക് തോന്നുന്നത് ഒരു 15 to 20 നൂൽപുട്ട് മാതിരി കിട്ടും. അപ്പോൾ അത് ഞാൻ മുഴുവൻ എടുക്കുന്നില്ല, അതിൻ്റെ പകുതി എടുത്തിട്ടാണ് ലെമൺ സേവ ഉണ്ടാക്കണത് കേട്ടോ. കടായി ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക്, പിന്നെ നമ്മൾ എടുക്കേണ്ടത് ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, പിന്നെ നിലക്കടല കുറച്ച് അധികം എടുക്കുക. പിന്നെ കാഷ്യൂ വേണമെങ്കിൽ കാഷ്യൂ എടുക്കുക കേട്ടോ. ഞാൻ പക്ഷേ ഇതിലേക്ക് കാഷ്യൂ ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില, 2-3 പച്ചമുളക് നെടുകെ കീറിയത്, പിന്നെ വറ്റൽമുളക്, ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ചുവപ്പ് കളറാവണം. ഇതിപ്പോൾ നല്ല സ്മെല്ലും വരുന്നുണ്ട്, നല്ലൊരു കളറും ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇത്തിരി ഉപ്പ് പാകത്തിന് കേട്ടോ, ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടി ഇതൊന്ന് വഴറ്റുക. എന്ന ശേഷം ഞാൻ ഏകദേശം പകുതിയോളം നൂൽപുട്ടിന് ഒന്ന് പൊടിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഇളക്കണം, കാരണം ഉപ്പ് എല്ലായിടത്തേക്കും പിടിക്കണം. അപ്പോൾ അതിന് നല്ലപോലെ ഇളക്കിയ ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ ഒഴിച്ച ശേഷം നമുക്കൊരു 5 മിനിറ്റെങ്കിലും ഇത് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവിടേക്കും ഉപ്പും നാരങ്ങ നീരും പിടിക്കും. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര തന്നെ ഉള്ളൂ. പിന്നീട് നമ്മളൊരു 5 മിനിറ്റ് ഇളക്കി കഴിഞ്ഞാൽ ഇത് സംഭവം റെഡി. അപ്പോൾ സിമ്പിളാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും നമുക്ക് ഡിന്നറും ആയിട്ട് ഇത് കഴിക്കാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്.